ആ ഒരു വിഷയം, ഭർത്താവിന്റെ ശുക്ലം ഭാര്യക്ക് കുടിക്കാമോ എന്നുള്ളത് പലരുടെയും മനസ്സിൽ ഉള്ള ഒരു ചോദ്യചിഹ്നമാണ്. പലരും അതിന് പലതര ഇത് പറയുമ്പോൾ ഗുഡ്നസ് പാത്ത് എന്നാണ് ഇയാളുടെ യൂട്യൂബ് ചാനലിന്റെ പേര്. അപ്പോ ഞാൻ അവനെ കൂടി കാണിച്ചു തരാം. ഇവനാണ് ലവൻ, കണ്ടില്ലേ? ഗുഡ്നസ് പാത്ത്. ഓക്കെ, ലിവനാണ് ലവൻ. ഇയാൾക്കാണ് ഇപ്പോൾ സ്ത്രീകളെ കൊണ്ട് ശുക്ലം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് മുട്ടി നിൽക്കുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ നിങ്ങൾ കേട്ടോളുക. ഇടയ്ക്ക് ഞാനൊന്നും സംസാരിക്കുന്നില്ല, കാരണം ശ്രദ്ധ തെറ്റിപ്പോണ്ട. ഉത്തരങ്ങളും സ്വന്തം കണ്ടെത്തി ചെയ്യുന്നവരുമാണ്. യഥാർത്ഥത്തിൽ പുരുഷന്റെ അഥവാ ഭർത്താവിന്റെ മനീയ് അഥവാ ശുക്ലം ബീജം ഭാര്യക്ക് കുടിക്കാമോ എന്നുള്ളത് ഇസ്ലാം എന്ത് പറയുന്നു? യൂട്യൂബിലുള്ള പല വീഡിയോകളും വീക്ഷിച്ചാൽ ജനറൽ ആയിട്ടുള്ള പല വീഡിയോകളിലും പറയുന്നത് അത് കുടിക്കൽ അനുവദനീയമാണ്, ഇസ്ലാമിന്റെ വിധിയല്ല, അത് കുടിക്കൽ IQ വർദ്ധിപ്പിക്കുമെന്നൊക്കെ പല ക്ലാസ്സുകളിലും കേട്ടു. പല വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ ചെയ്തിരുന്നു എന്നും അതിലേറെ ബുദ്ധിയുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പല വീഡിയോകളിലൂടെയും കണ്ടു. കേട്ടപ്പോൾ വളരെ രസകരമായി തോന്നി. ഇസ്ലാം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മനീയ് എന്നുള്ളത് ശുദ്ധിയുള്ളതാണ്. മനീയ് ആയ ഒരു വസ്ത്രം ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് അത് ചുരണ്ടിക്കളഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്നു എന്നാണ്. അത് ശുദ്ധിയുള്ളത് കൊണ്ടാണ്. ശുദ്ധിയുള്ളതാണ് എന്നതുകൊണ്ട് തന്നെ അത് കുടിക്കാൻ പറ്റും, അത് വയറ്റിലേക്ക് ഇറക്കാൻ പറ്റും